ഫസ്റ്റ് പോയിന്റ് മിൻസി വാതിൽ മുട്ടി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. വാതിൽ ഡോർ, മുട്ടുക എന്ന് വെച്ചാൽ നോക്ക്. അപ്പോൾ ഇവിടെ മുട്ടി എന്ന് കേട്ടപ്പോഴും മനസ്സിലായി ഇത് ഓൾറെഡി ഒരു കഴിഞ്ഞു പോയ കാര്യത്തെ പറ്റിയാണ് പറയണത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. മിൻസി വാതിൽ മുട്ടി. മിൻസി, അപ്പോൾ മുട്ടുക, മുട്ടുക എന്ന് വെച്ചാൽ നോക്ക്. അപ്പം ഇത് KN ആണ് കേട്ടോ, KNOCK, നോക്ക്. അപ്പം ഇവിടെ മുട്ടി എന്നാണ്. ഓൾറെഡി ഇത് മുട്ടി കഴിഞ്ഞു പോയ കാര്യത്തെ പറ്റിയല്ലേ പറയണേ. അപ്പം നമ്മൾ നോക്കിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കണം. നോക്ക്ഡ്, മിൻസി നോക്ക്ഡ്. ഇനി എന്താ, വാതിൽ മുട്ടി. അപ്പോൾ നമുക്ക് എഴുതാം ഓൺ. മിൻസി നോക്ക്ഡ് ഓൺ ദ ഡോർ. നമ്മളെങ്ങനെയാണ് എഴുതിയത്? മിൻസി വാതിൽ മുട്ടി, മിൻസി നോക്ക്ഡ് ഓൺ ദ ഡോർ. അപ്പം ഇവിടെ നമ്മൾ നോക്ക് എന്ന ഒരു പ്രസൻറ്റ് ഫോമിനെ കൺവേർട്ട് ചെയ്ത് നോക്ക്ഡ് ആക്കി ഒരു പാസ്റ്റ് ഫോം ആക്കിയിട്ടാണ് എഴുതിയത്. മിൻസി വാതിൽ മുട്ടി, മിൻസി നോക്ക്ഡ് ഓൺ ദ ഡോർ. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ആരും വാതിൽ തുറന്നില്ല. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? വാതിൽ ഡോർ, തുറക്കുക എന്ന് വെച്ചാൽ ഓപ്പൺ എന്നാണ്. അപ്പോൾ ഇവിടെ തുറന്നില്ല എന്നാണ്. അപ്പോഴേ മനസ്സിലായി ഇത് ഓൾറെഡി ഒരു കഴിഞ്ഞുപോയ കാര്യത്തെ പറ്റിയാണ് പറയണത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആരും വാതിൽ തുറന്നില്ല. അപ്പം നോബഡി, നോബഡി. അപ്പോൾ തുറക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പൺ. പക്ഷേ ഇവിടെ തുറന്നില്ല എന്നാണ്. അപ്പം നമ്മൾ ഓപ്പൺ എന്നൊരു പ്രസൻറ്റ് ഫോമിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. അപ്പം ഓപ്പൺഡ്, നോബഡി ഓപ്പൺ ദ, നോബഡി ഓപ്പൺ ദ ഡോർ. ആരും വാതിൽ തുറന്നില്ല. നോബഡി ഓപ്പൺ ദ ഡോർ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയത്? ആരും വാതിൽ തുറന്നില്ല, നോബഡി ഓപ്പൺ ദ ഡോർ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ ഇപ്പോഴും വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഇപ്പോഴും, സ്റ്റിൽ, വാതിൽ ഡോർ, മുട്ടുക നോക്ക്. അപ്പോൾ ഇവിടെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊരു പ്രസൻറ്റ് സിറ്റുവേഷനുമാണ്. അവിടെ ഒരു കണ്ടിന്യൂറ്റി കൂടി ഉണ്ട്, മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസ് നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് നമുക്ക് വിളിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവൾ ഇപ്പോഴും വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എഴുതാം ഷീ. അപ്പം ഇനി നെക്സ്റ്റ് എന്താ എഴുതാൻ പോകണമെന്ന് ഞാൻ ഓപ്ഷനിൽ എഴുതാം. ഇവിടെ ഈസ് ഉണ്ട്, ആം ഉണ്ട്, ആറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കിതിൽ ഏത് സെലക്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഷീ എന്ന് പറയുന്നത് ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്, ഒറ്റ ഒരാളെ ഉള്ളൂ. അപ്പം നമുക്ക് ഒന്നിൽ കൂടുതൽ ആളെ നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റിനാണ് വിളിക്കുന്നത്. അപ്പം ഷീ സിംഗുലാർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാം? നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഞാൻ ഇവിടെ വെട്ടാം. എപ്പോഴും യൂസ് ചെയ്യണം? ഒരു പ്ലൂറൽ സബ്ജക്റ്റിനോട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ആം യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഈസ് ആണ്. ഈസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എഴുതുന്നത്. ഷീ ഈസ്, കാര്യം ഷീ എന്ന് പറയുന്നൊരു സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അപ്പം ഷീ ഈസ്. അപ്പോൾ ഇനി എന്താ നമ്മൾ എഴുതാൻ പോണത്? അപ്പം ഇപ്പോഴും, ഇപ്പോഴും എന്നുള്ളത് നമ്മൾ എന്താണ് എഴുതുന്നത്? സ്റ്റിൽ. ഷീ ഈസ് സ്റ്റിൽ. ഇനി ഇവിടുത്തെ വെർബ് എന്താണ്? വെർബ് എന്ന് പറയുന്നത് ഇവിടെ നോക്ക് എന്നാണ് ഇവിടുത്തെ വെർബ്. നോക്കാണ് വെർബ്. ഷീ ഈസ് നോക്ക് എന്ന് എഴുതി നമ്മൾ. അപ്പം വെർബിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ട്, ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസിൻ്റെ കൂടെ നമ്മൾ വെർബിൻ്റെ കൂടെ ING ആഡ് ചെയ്ത് എഴുതാണ്. അപ്പം ഇവിടുത്തെ വെർബ് എന്താ? നോക്കാണ് വെർബ്. അപ്പം നമ്മൾ നോക്കിൻ്റെ കൂടെ ING ആഡ് ചെയ്തു, നോക്കിംഗ് ആക്കി. അപ്പം ഇവിടെ ഞാൻ എഴുതാം ഷീ ആണ് സബ്ജക്റ്റ്. ചെറുതായിട്ട് എഴുതാം. ഷീ സബ്ജക്റ്റും നോക്ക് എന്ന് പറയുന്നത് വെർബാണ്. അപ്പം നമുക്ക് എപ്പോഴും നമുക്കൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിന് കൂടെ വെർബിൽ പ്ലസ് ING ആഡ് ചെയ്ത് നമുക്ക് എഴുതാം. അപ്പോൾ നോക്കിംഗ്, ഷീ ഈസ് സ്റ്റിൽ നോക്കിംഗ് ഓൺ ദ ഡോർ. ഷീ ഈസ് സ്റ്റിൽ നോക്കിംഗ് ഓൺ ദ ഡോർ. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? അപ്പം അവൾ ഇപ്പോഴും വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എന്നുള്ളത് നമ്മൾ സ്റ്റിൽ യൂസ് ചെയ്ത് എഴുതി. പിന്നെ ഷീ ആണ് സബ്ജക്റ്റ്, നോക്കാണ് വെർബ്. അപ്പം നമ്മൾ ഇവിടെ ഈസ്, ഷീയുടെ കൂടെ നമ്മൾ ഈസാണ് സെലക്ട് ചെയ്തത്. പിന്നെ ഈസ് എന്താ സെലക്ട് ചെയ്ത കാര്യം? ഷീ ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആയതുകൊണ്ട്. പിന്നെ വെർബ് നോക്കാണ്. അപ്പോൾ നോക്കിൻ്റെ കൂടെ നമ്മൾ ING ആഡ് ചെയ്തു. അപ്പോൾ ഷീ ഈസ് സ്റ്റിൽ നോക്കിംഗ് ഓൺ ദ ഡോർ. അവൾ ഇപ്പോഴും വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് സ്റ്റിൽ നോക്കിംഗ് ഓൺ ദ ഡോർ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ വിഷമത്തോടെ അവിടെ തന്നെ നിന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലാണെന്ന് നോക്കാം. വിഷമം സാഡ്, നിൽക്കുക സ്റ്റാൻഡ്. അപ്പോൾ ഇവിടെ നിന്നു എന്നാണ്. അപ്പോൾ ഓൾറെഡി ഒരു കഴിഞ്ഞു പോയ കാര്യമാണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് സ്റ്റാൻഡിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതാന്ന് നോക്കാം. അവൾ വിഷമത്തോടെ അവിടെ തന്നെ നിന്നു. ഷീ, അപ്പം നിൽക്കുക എന്ന് വെച്ചാൽ സ്റ്റാൻഡാണ്. അപ്പോൾ സ്റ്റാൻഡിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കണ്ടേ. അപ്പം സ്റ്റാൻഡിനെ നമ്മൾ എന്തായിട്ടാണ് എഴുതുന്നത്? കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ സ്റ്റാൻഡിനെ സ്റ്റുഡ് ആക്കി, സ്റ്റുഡ്.
അപ്പോൾ സ്റ്റാൻഡിൻ്റെ പാസ്റ്റ് ഫോം സ്റ്റുഡാണ് ഇവിടെ എഴുതാൻ പോണത്. അപ്പം ഷീ സ്റ്റുഡ്. അപ്പം അവൾ വിഷമത്തോടെ അവിടെ തന്നെ നിന്നു എന്നുള്ളതിന് എന്താ എഴുതാൻ പോണേ? ഷീ സ്റ്റുഡ് ദെയർ സാഡ്ലി. വിഷമത്തോടെ അവിടെ തന്നെ എന്നുള്ളതിനാണ് ഇവിടെ ദെയർ യൂസ് ചെയ്തത്. ഷീ സ്റ്റുഡ് ദെയർ സാഡ്ലി. അവൾ വിഷമത്തോടെ അവിടെ തന്നെ നിന്നു. ഷീ സ്റ്റുഡ് ദെയർ സാഡ്ലി. അപ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് പല രീതികളിൽ എഴുതാം. അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ സിമ്പിളായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് എഴുതിയത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ കുറച്ച് നേരം അവിടെ കാത്തു നിന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് നേരം എന്നുള്ളത് നമുക്ക് ഫോർ എ വൈൽ എന്ന് എഴുതാം. അവിടെ കാത്തു നിൽക്കുക, വെയിറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അവൾ കുറച്ച് നേരം അവിടെ കാത്തു നിന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഷീ. അപ്പോൾ കാത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വെയിറ്റ്. അപ്പം ഇവിടെ നമ്മൾ വെയിറ്റിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കണം. കാര്യം ഇത് ഓൾറെഡി ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിലാണ് കിടക്കുക. ഒരു കഴിഞ്ഞു പോയ കാര്യത്തെ പറ്റിയാണ് പറയണത്. അപ്പോൾ നമ്മൾ വെയിറ്റിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി വെയിറ്റഡ്. ഷീ വെയിറ്റഡ്. അവിടെ എന്നുള്ളതിന് ദെയർ എന്ന് എഴുതി. ഷീ വെയിറ്റഡ് ദെയർ. അപ്പോൾ കുറച്ച് നേരം എന്നുള്ളതിനാണ് ഞാനിവിടെ ഫോർ എ വൈൽ എന്ന് എഴുതുന്നത്. ഫോർ എ വൈൽ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതി? നമ്മൾ ഷീ വെയിറ്റഡ് ദെയർ ഫോർ എ വൈൽ. അവൾ കുറച്ച് നേരം അവിടെ കാത്തു നിന്നു. ഷീ വെയിറ്റഡ് ദെയർ ഫോർ എ വൈൽ. ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു കുറച്ച് നേരം എന്നുള്ളത് നമ്മൾ ഫോർ എ വൈൽ നമുക്ക് എഴുതാമെന്ന് പഠിച്ചു. പിന്നെ വെയിറ്റ് എന്നൊരു പ്രസൻറ്റ് ഫോമിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി വെയിറ്റഡ് എന്നാക്കിയിട്ടാണ് ഈ ഒരു സെൻറ്റൻസ് എഴുതിയത്. ഷീ വെയിറ്റഡ് ദെയർ ഫോർ എ വൈൽ. അവൾ കുറച്ച് നേരം അവിടെ കാത്തു നിന്നു. നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ വീണ്ടും വാതിലിൽ മുട്ടി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. വീണ്ടും, എഗെയിൻ. വാതിൽ, ഡോർ. മുട്ടുക, നോക്ക്. അപ്പോൾ ഇവിടെ മുട്ടി എന്നാണ്. അപ്പോൾ ഓൾറെഡി മുട്ടി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവൾ വീണ്ടും വാതിലിൽ മുട്ടി. അപ്പോൾ നമുക്കെങ്ങനെ എഴുതാം? ഷീ. മുട്ടുക എന്ന് വെച്ചാൽ നോക്കാണ്. അപ്പം നമ്മുടെ നോക്കിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കണം. അത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നോക്ക്ഡായി. ഷീ നോക്ക്ഡ് ഓൺ ദ ഡോർ. ഷീ നോക്ക്ഡ് ഓൺ ദ ഡോർ എഗെയിൻ. ഷീ നോക്ക്ഡ് ഓൺ ദ ഡോർ എഗെയിൻ. അവൾ വീണ്ടും വാതിലിൽ മുട്ടി. ഷീ നോക്ക്ഡ് ഓൺ ദ ഡോർ എഗെയിൻ. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവളുടെ സഹോദരൻ വാതിൽ തുറന്നിട്ട് പറഞ്ഞു. വാതിൽ പൂട്ടിയിട്ടില്ലായിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. അവളുടെ സഹോദരൻ, ഹെർ ബ്രദർ. വാതിൽ, ഡോർ. അപ്പോൾ തുറക്കുക എന്ന് നമുക്ക് എങ്ങനെ പറയാം? ഓപ്പൺ. പറയുക എന്ന് വെച്ചാൽ സേ. ഇപ്പോൾ ഇവിടെ പറഞ്ഞു എന്നാണ്ട് നമുക്ക് സേയെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കണം. എന്താ പറഞ്ഞത്? നമ്മളത് ഇൻവേർട്ടഡ് കോമയിലാണ് എഴുതിയിരിക്കണേ. വാതിൽ പൂട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവളുടെ സഹോദരൻ വാതിൽ തുറന്നിട്ട് പറഞ്ഞു. വാതിൽ പൂട്ടിയിട്ടില്ലായിരുന്നു. നമുക്കെങ്ങനെ എഴുതാം? ഹെർ. അവളുടെ സഹോദരൻ, ഹെർ ബ്രദർ. അപ്പോൾ ഇത് ആരാണ് കേട്ടോ? ഹെർ ബ്രദർ. അപ്പം എന്താ? വാതിൽ തുറന്നിട്ട് പറഞ്ഞു എന്നാണ്. അപ്പോൾ ഹെർ ബ്രദർ ഓപ്പൺഡ്. അപ്പോൾ നമ്മളിവിടെ ഓപ്പൺ എന്ന് പറയുന്നത് തുറക്കുക. അപ്പോൾ നമ്മൾ ഓപ്പണിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കണം. കാര്യം വാതിൽ തുറന്നിട്ട് എന്നാണ്. ഓൾറെഡി ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിലാണ് ഈ ഒരു സെൻറ്റൻസ് കിടക്കണം. അപ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കാം. ഓപ്പൺഡ്. ഹെർ ബ്രദർ ഓപ്പൺഡ് ദ ഡോർ. ഇവിടെ എഴുതാം ഡോർ. കാര്യം ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എഴുതാം. ഹെർ ബ്രദർ ഓപ്പൺഡ് ദ ഡോർ ആൻഡ്. ഇപ്പോൾ പറയുക എന്ന് വെച്ചാൽ എന്താ? സേ. ഇപ്പോൾ ഇവിടെ പറഞ്ഞു എന്നാണ്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് സേയെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കാം. സെഡ്. ഹെർ ബ്രദർ ഓപ്പൺ ദ ഡോർ ആൻഡ് സെഡ്. അപ്പോൾ ഇനി നമുക്കൊരു കോമ ഇടാം. ഇനി നമുക്ക് ഇൻവേർട്ടഡ് കോമയിൽ എഴുതാം. കാര്യം ഈ ഒരു സെൻറ്റൻസും ഇൻവേർട്ടഡ് കോമയിലാണ് എഴുതിയിരിക്കുന്നത്. വാതിൽ പൂട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്കിനി എങ്ങനെ എഴുതാൻ നോക്കാം. ദ ഡോർ. അപ്പോൾ ഇനി നമ്മൾ എന്താ എഴുതാൻ പോണേന്ന് ജസ്റ്റ് ഞാനിവിടെ ഓപ്ഷനിൽ എഴുതാം. ഒരു 3 ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു 4 ഓപ്ഷൻ എഴുതാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്യുമോ, നിങ്ങൾക്ക് പറ്റുന്നോ, നിങ്ങൾ കറക്റ്റായിട്ട് കിട്ടുന്നോ നോക്ക്. അപ്പോൾ ഇവിടെ ഈസ് ഉണ്ട്, വാസ് ഉണ്ട്, വേറുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഏത് സെലക്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പം ഇവിടെ നമ്മൾ ഹെർ ബ്രദർ ഓപ്പൺ ദ ഡോർ ആൻഡ് സെഡ് ഇവിടെ വരെ നമ്മൾ എഴുതി. അപ്പോൾ ഇനി എന്താ? ദ ഡോർ. ഇവിടെ നമുക്ക് ഈസ് വേണോ, വാസ് വേണോ, വേറെ വേണോ? അപ്പോൾ ഈസ് പറ്റില്ല. നമുക്കറിയാം ഈസ് എവിടെ നമ്മൾ യൂസ് ചെയ്യണത്? ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിലാണ് നമ്മൾ ഈസ് യൂസ് ചെയ്ത് തരുന്നത്. പക്ഷേ ഈ ഒരു സെൻറ്റൻസ് കിടക്കുന്നത് ഒരു പാസ്റ്റ് ഫോമിലാണ്. അപ്പോൾ നമുക്ക് ഈസ് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നുള്ളത് വാസും വേറുമാണ്. അപ്പം ഇവിടെ നമുക്ക് വേറെയും യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ?
വേർ യൂസ് ചെയ്യുന്ന എപ്പോഴാണ്? നമുക്കറിയാം വേർ എപ്പോഴും നമുക്കൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ദ ഡോർ എന്ന് പറയുന്നത് ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. ഡോർ ഒറ്റൊരു ഡോറേ ഉള്ളൂ. അല്ല ഒന്നിൽ കൂടുതൽ ഡോറിനെ ഒന്നും പറയുന്നില്ല. ഡോർ മാത്രമല്ല, ഇപ്പോൾ ഡോറും അല്ലെങ്കിൽ ജനലും അങ്ങനെ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ കതകും വാതിലും ജനലും എന്ന് പറയുവാണെങ്കിൽ നമുക്കതിനെ പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയായിരുന്നു. അപ്പം ഈ ഡോറിൻ്റെ കൂടെ വേറെ എന്തുണ്ടെങ്കിലും നമുക്ക് പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയാമായിരുന്നു. പക്ഷേ ഇവിടെ ഡോർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു സിംഗുലാർ സബ്ജക്റ്റാണ്. അതുകൊണ്ട് നമുക്കിവിടെ വേർ യൂസ് ചെയ്യാൻ പറ്റില്ല. വേർ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഒരു പ്ലൂറൽ സബ്ജക്റ്റിന് കൂടാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് യൂസ് ചെയ്യാം? നമുക്കിവിടെ വാസ് യൂസ് ചെയ്യാം. അപ്പോൾ വാസിൽ ഞാൻ ടിക്ക് ചെയ്യാം. ഇവിടെ ടിക്ക് ചെയ്തു. അപ്പോൾ ദ ഡോർ വാസ്, പിന്നെ എന്താ നമ്മൾ എഴുതാൻ പോണത്? ദ ഡോർ വാസ്, അപ്പം ഇതല്ലായിരുന്നു, പൂട്ടിയിട്ടില്ലായിരുന്നു എന്നാണ്. അപ്പം നമുക്ക് എഴുതാം ദ ഡോർ വാസ് നോട്ട് ലോക്ക്ഡ്. അപ്പോൾ ലോക്ക് എന്ന് വെച്ചാൽ പൂട്ടുക എന്നല്ലേ. ഇപ്പോൾ ഇവിടെ പാസ്റ്റ് ഫോമിലായതുകൊണ്ടാണ് ഈ സെൻറ്റൻസ് കിടക്കുന്നത് ഒരു പാസ്റ്റ് ഫോം സെൻറ്റൻസിലായതുകൊണ്ടാണ് നമ്മൾ ലോക്കിനെയും കണ്ടോട്ടത് ലോക്ക്ഡ് ആക്കിയത് കേട്ടോ. അപ്പം നമ്മളിവിടെ എങ്ങനെ എഴുതിയത്? പൂട്ടിയിട്ടില്ലായിരുന്നു, വാതിൽ പൂട്ടിയിട്ടില്ലായിരുന്നു. ദ ഡോർ വാസ് നോട്ട് ലോക്ക്ഡ്. ദ ഡോർ വാസ് നോട്ട് ലോക്ക്ഡ്. അപ്പം നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ദ ഡോർ വാസ് അൺലോക്ക്ഡ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? അവളുടെ സഹോദരൻ വാതിൽ തുറന്നിട്ട് പറഞ്ഞു, വാതിൽ പൂട്ടിയിട്ടില്ലായിരുന്നു. ഹർ ബ്രദർ ഓപ്പൺ ദ ഡോർ ആൻഡ് സെറ്റ് the door was not locked. Her brother opened the door and said the door was not locked. അപ്പോൾ ഇവിടെ നമ്മൾ വാസാണ് യൂസ് ചെയ്ത് എഴുതിയത്, വാസ്. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കാണാം. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ അതിശയത്തോടെ അവനോട് ചോദിച്ചു, വാതിൽ പൂട്ടിയിരുന്നില്ലേ? നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അതിശയം, സർപ്രൈസ്. അപ്പോൾ ചോദിക്കുക എന്ന് വെച്ചാൽ എന്താ? ആസ്ക്. അപ്പോൾ ഇവിടെ ചോദിച്ചു എന്നാണ്. അപ്പോൾ നമുക്ക് ആസ്കിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. എന്താണ് ചോദിച്ചത്? അത് ഇൻവേർട്ടഡ് കോമയിലാണ് എഴുതിയിരിക്കണേ. വാതിൽ പൂട്ടിയിരുന്നില്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അവൾ അതിശയത്തോടെ അവനോട് ചോദിച്ചു, വാതിൽ പൂട്ടിയിരുന്നില്ലേ? അപ്പം എങ്ങനെ എഴുതാം? ഷീ. അപ്പോൾ ചോദിക്കുക എന്ന് പറഞ്ഞാൽ ആസ്ക് എന്നാണ്. അപ്പം ഇവിടെ ചോദിച്ചു, ഓൾറെഡി ചോദിച്ച് കഴിഞ്ഞ ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ആസ്കിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കണം. ഷീ ആസ്ക്. ആരോടാണ്? അവനോട്. അപ്പം നമുക്ക് എഴുതാം അവനോട് എന്നുള്ളതിനാണ് ഇവിടെ ഞാൻ ഹിം എഴുതിയത്. ഷീ ആസ്ക് ഹിം, അതിശയത്തോടെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഷീ ആസ്ക് ഹിം ഇൻ സർപ്രൈസ്. ഷീ ആസ്ക് ഹിം ഇൻ സർപ്രൈസ്. അതിശയത്തോടെയാണ് അവനോട് ചോദിച്ചത്. പിന്നെ ഒരു കോമ ഇടാം. ഷീ ആസ്ക് ഹിം ഇൻ സർപ്രൈസ്. എന്താണ് ചോദിച്ചത്? വാതിൽ പൂട്ടിയിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പം അത് നമുക്ക് ഇൻവേർട്ടഡ് കോമയിൽ തന്നെ എഴുതാം. അപ്പം ഇവിടെ നമ്മൾ എന്താണ്? പൂട്ടിയിരുന്നില്ലേ. അപ്പം അതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്, ഒരു ക്വസ്റ്റ്യൻ്റെ രീതിയിൽ ചോദിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് യൂസ് ചെയ്ത് എഴുതാം? ഇപ്പോൾ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനെ പറ്റിയാണ് ചോദിക്കുന്നതായിരുന്നെങ്കിൽ ഇപ്പം ആദ്യം ഞാൻ എന്താ എഴുതണമെന്ന് പറയാം, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം വാസിൻ, നമ്മളിവിടെ യൂസ് ചെയ്തത് വാസിൻ, നമ്മൾ ചോദിക്കുകയാണ്, ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ വാസിൻ ദ ഡോർ, വാസിൻ ദ ഡോർ, വാതിൽ പൂട്ടിയിരുന്നില്ലേ? വാസിൻ ദ ഡോർ അപ്പം ലോക്ക്ഡ്. അപ്പോൾ ഇവിടെ ലോക്കിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി. അപ്പം വാസ് ഇൻ ദ ഡോർ ലോക്ക്ഡ്. അപ്പം ഇത് ക്ലോസ് ചെയ്തു, എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. കാര്യം നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ എഴുതുക? വാസ് ഇൻ ദ ഡോർ ലോക്ക്ഡ്. ഇവിടെ എന്തുകൊണ്ടാണ് വാസ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു സെൻറ്റൻസ് കിടക്കുന്ന ഒരു പാസ്റ്റ് ഫോമിലോട്ടാണ്. അപ്പോൾ പാസ്റ്റ് ഫോമിലോട്ട് ആയതുകൊണ്ടാണ് നമ്മൾ വാസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിലാണ് ചോദിക്കണമെങ്കിൽ നമുക്ക് വാസിന് ഈസ് യൂസ് ചെയ്ത് ചോദിക്കാം. അപ്പം ഈസ് എന്ന് പറയുന്നത് വാസിൻ്റെ എന്താ? ഈസിൻ്റെ പാസ്റ്റ് ഫോം ആണ് വാസ്. അപ്പോൾ അവിടെ ജസ്റ്റ് ഞാനിവിടെ എഴുതാം. അപ്പം ഈസ് എന്ന് പറഞ്ഞൊരു പ്രസൻറ്റ് ഫോം അല്ലേ. അപ്പോൾ ഈസിൻ്റെ പാസ്റ്റ് ഫോം ആണ് വാസ്. അപ്പം നമുക്ക് അത് ഓർത്ത് വെച്ചേക്കാം. അപ്പം ഇതൊരു പ്രസൻറ്റ് സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഈസ് യൂസ് ചെയ്തിട്ടും പറയാമായിരുന്നു. ഈസ് ഇൻ ദ ഡോർ ലോക്ക്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ വാസ് യൂസ് ചെയ്തത്? ഞാൻ ഒന്നും കൂടെ പറയാം. ഈ വാസ് എന്ന് പറയുന്നത് ഈസിൻ്റെ പാസ്റ്റ് ഫോം ആണ് വാസ്. ഈസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോം, ഈസിൻ്റെ പാസ്റ്റ് ഫോം ആണ് വാസ്. പിന്നെ അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ, ഈ ഒരു സെൻറ്റൻസ് കിടക്കുന്നതേ ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിലാണ്. ഓൾറെഡി ഒരു കഴിഞ്ഞു പോയ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വാസ് ഇൻ ദ ഡോർ ലോക്ക്ഡ് എന്ന് ചോദിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിത് ഈസ് ഇൻ ദ ഡോർ ലോക്ക്ഡ് ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഈസ് ഇൻ ദ ഡോർ, ഈസ് യൂസ് ചെയ്തിട്ട് ഈ ഒരു സെൻറ്റൻസ് എഴുതായിരുന്നു. പക്ഷേ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിലാണ് കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ വാസ് യൂസ് ചെയ്ത് എഴുതിയത്. അപ്പം നമ്മളെങ്ങനെ നമുക്ക് ഒന്നും കൂടെ പറയാം. അവൾ അതിശയത്തോടെ അവനോട് ചോദിച്ചു, വാതിൽ പൂട്ടിയിരുന്നില്ലേ? ഷി ആസ്ക്ഡ് ഹിം ഇൻ സർപ്രൈസ്, വാസ് ഇൻ ദ ഡോർ ലോക്ക്ഡ്? ഷി ആസ്ക്ഡ് ഹിം ഇൻ സർപ്രൈസ്, വാസ് ഇൻ ദ ഡോർ ലോക്ക്ഡ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൻ പറഞ്ഞു, നിനക്ക് വാതിൽ തുറന്ന് അകത്തേക്ക് വരാമായിരുന്നല്ലോ. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പം പറയുക എന്ന് വെച്ചാൽ എന്താ? സേ. അപ്പോൾ ഇവിടെ പറഞ്ഞു എന്നായിട്ട് നമുക്ക് സേ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. പിന്നെന്താ? വാതിൽ തുറക്കുക എന്ന് വെച്ചാൽ ഓപ്പൺ. അകത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസൈഡ്.
അപ്പം വരാമായിരുന്നല്ലോ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവൻ പറഞ്ഞു നിനക്ക് വാതിൽ തുറന്ന് അകത്തേക്ക് വരാമായിരുന്നല്ലോ. അപ്പം എങ്ങനെ എഴുതാം? ഹീ. അപ്പം പറയുക എന്ന് വെച്ചാൽ എന്താ? പറയുക എന്ന് വെച്ചാൽ സേ എന്നാണ്. പക്ഷേ ഇവിടെ പറഞ്ഞു എന്നാണ്ട് നമുക്ക് സേയെ ഇവിടെ ഞാൻ എഴുതേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ എഴുതാം. സേയെ കൺവേർട്ട് ചെയ്ത് നമുക്ക് പാസ്റ്റ് ഫോം ആക്കാം. സെഡ്. ഹീ സെഡ്. അപ്പം ഇനി എന്താ ഇനിയുള്ളത് ഞാൻ ഇൻവേർട്ടഡ് കോമയിൽ എഴുതാം. അപ്പം ഹീ സെഡ് നിനക്ക് വാതിൽ തുറന്ന് അകത്തേക്ക് വരാമായിരുന്നല്ലോ. അപ്പം നമുക്ക് എഴുതാം യു കുഡ് ഹാവ് ജസ്റ്റ് opened the door. കാണാൻ കഴിയുന്നുണ്ടോ? ഓക്കെ, യു കുഡ് ഹാവ് ജസ്റ്റ് ഓപ്പൺഡ് ദ ഡോർ ആൻഡ് കം ഇൻ. He said you could have just opened the door and come in. അപ്പോൾ ഞാനിവിടെ ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്തു. അപ്പം ഇവിടെ നമ്മൾ എന്താണ് ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് യൂസ് ചെയ്തത്? നമ്മൾ ഇവിടെ കുഡ് ഹാവ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത്. യു കുഡ് ഹാവ് ജസ്റ്റ് ഓപ്പൺ ദ ഡോർ ആൻഡ് കം ഇൻ. അപ്പം ഇപ്പം നമ്മൾ പറയില്ലേ നിനക്ക് അവിടെ വരാമായിരുന്നല്ലോ അല്ലെങ്കിൽ ചെയ്യാമായിരുന്നല്ലോ, അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കുഡ് ഹാവ് യൂസ് ചെയ്തിട്ട് എഴുതുന്നത് നല്ലതാണ്. അപ്പം ഒരു സെൻറ്റൻസ് ഞാൻ എക്സാമ്പിൾ പറയാം. അപ്പം യു ഹാവ്, അപ്പം നമുക്ക് പറയാം നിനക്ക് എന്നെ വിളിക്കാമായിരുന്നല്ലോ. അപ്പം നമുക്ക് പറയാം യു കുഡ് ഹാവ് കോൾഡ് മീ. അല്ലെങ്കിൽ നമുക്ക് നിനക്ക് അകത്തേക്ക് വരാമായിരുന്നു. യു കുഡ് ഹാവ് കം ഇൻസൈഡ്. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നിനക്ക് വാതിൽ തുറക്കാമായിരുന്നു. യു കുഡ് ഹാവ് ഓപ്പൺ ദ ഡോർ. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതിയിരിക്കണം നമ്മൾ? നിനക്ക് വാതിൽ തുറന്ന് അകത്തേക്ക് വരാമായിരുന്നല്ലോ. യു കുഡ് ഹാവ് ജസ്റ്റ് ഓപ്പൺ ദ ഡോർ ആൻഡ് കം ഇൻ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് കാണാം കുഡ് ഹാവ് യൂസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. യു കുഡ് ഹാവ് ജസ്റ്റ് ഓപ്പൺ ദ ഡോർ ആൻഡ് കം ഇൻ. അപ്പം ഇവിടെ വരാമായിരുന്നല്ലോ അല്ലെങ്കിൽ ചെയ്യാമായിരുന്നല്ലോ ഇങ്ങനെയുള്ള സെൻറ്റൻസ് നമുക്ക് കുഡ് ഹാവ് യൂസ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. നിനക്ക് എന്നെ വിളിക്കാമായിരുന്നു. അപ്പം നമുക്ക് ഇംഗ്ലീഷിൽ പറയാം യു കുഡ് ഹാവ് കോൾഡ് മീ. അപ്പം അവിടെ കുഡ് ഹാവ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഓർത്ത് വെച്ചേക്കോ, നമുക്ക് ഇവിടെ ഇങ്ങനെയുള്ള സെൻറ്റൻസിൽ വരാമായിരുന്നല്ലോ, ചെയ്യാമായിരുന്നല്ലോ ഇങ്ങനെയുള്ള സെൻറ്റൻസിൽ നമുക്ക് കുഡ് ഹാവ് യൂസ് ചെയ്തിട്ട് പറയാം. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? അവൻ പറഞ്ഞു നിനക്ക് വാതിൽ തുറന്ന് അകത്തേക്ക് വരാമായിരുന്നല്ലോ. ഹി സെഡ് യു കുഡ് ഹാവ് ജസ്റ്റ് ഓപ്പൺ ദ ഡോർ ആൻഡ് കം ഇൻ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ വിഷമത്തോടെ പറഞ്ഞു ഞാൻ വിചാരിച്ചു വാതിൽ അടച്ചിരിക്കുകയാണെന്ന്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. വിഷമം സാഡ്, വിഷമത്തോടെ. അപ്പം നമുക്ക് സാഡ്ലി എന്ന് എഴുതാം. പറയുക സേ, പറഞ്ഞു എന്നാകുമ്പോൾ നമുക്ക് സേ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. എന്താണ് പറഞ്ഞത്? ഞാൻ വിചാരിക്കുക എന്ന് വെച്ചാൽ എന്താ? തിങ്ക്. അപ്പം വിചാരിച്ചു, അപ്പം നമുക്ക് തിങ്കിനെയും കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. കാര്യം ഇത് ഓൾറെഡി ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ് ഈ പറയണത്. അപ്പം വാതിൽ അടച്ചിരിക്കുകയാണെന്ന്. അപ്പം അടയ്ക്കുക എന്ന് വെച്ചാൽ എന്താ? ക്ലോസ്. അപ്പം അടച്ചിരിക്കുകയാണെന്ന് അപ്പോഴേ മനസ്സിലായി, അടച്ചിരിക്കുകയാണ്. പഴയൊരു സെൻറ്റൻസ്, ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ് ഇവിടെ പറയണത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവൾ വിഷമത്തോടെ പറഞ്ഞു ഞാൻ വിചാരിച്ചു വാതിൽ അടച്ചിരിക്കുകയാണെന്ന്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഷീ. അപ്പം പറയുക എന്ന് വെച്ചാൽ എന്താ? സേ. പറയുക എന്ന് വെച്ചാൽ സേ ആണ്. ഇപ്പം പറഞ്ഞു നമുക്ക് സേയെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കണം. സെഡ്. ഷീ സെഡ്. വിഷമത്തോടെ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഷീ സെഡ് സാഡ്ലി. എന്താണ് പറഞ്ഞത്? ഒരു കോമ ഇടാം. പിന്നെ ഞാൻ വിചാരിച്ചു വാതിൽ അടച്ചിരിക്കുകയാണെന്ന്. അപ്പം വിചാരിക്കുക എന്ന് പറഞ്ഞാൽ തിങ്കാണ്. അപ്പം നമുക്ക് തിങ്കിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. അപ്പം തിങ്കിൻ്റെ പാസ്റ്റ് ഫോം എന്താ? തോട്ട്. അപ്പോൾ ഇവിടെ ഞാൻ തോട്ടാണ് എഴുതിയത്. ഐ തോട്ട്. അപ്പോൾ ഓർത്തിരിക്കുക തിങ്കിൻ്റെ പാസ്റ്റ് ഫോം ആണ് തോട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതിയേക്കാം ഇവിടെ. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവും കുറച്ചും കൂടി. അപ്പോൾ തിങ്കിൻ്റെ പാസ്റ്റ് ഫോം ആണ് തോട്ട്. ഷീ സെഡ് സാഡ്ലി ഐ തോട്ട്. എന്താണ് വിചാരിച്ചത്? വാതിൽ അടച്ചിരിക്കുകയാണെന്ന്. അപ്പോൾ ഐ തോട്ട് ദ ഡോർ. അപ്പോൾ ഇനി എന്താണ് നമ്മൾ എഴുതുന്നത്? അപ്പം അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ദ ഡോർ എന്ന് പറയുന്നത് ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് എഴുതാം. അപ്പോൾ ഇവിടെ ഞാൻ വേണമെങ്കിൽ ഞാനിവിടെ ഓപ്ഷനിൽ ഞാനിവിടെ ഈസ് എഴുതാം. ഈസ്, വെയർ, വാസ്, ഹാസ്. അപ്പം നമുക്കിവിടെ ഏത് സെലക്ട് ചെയ്യാം? നമുക്ക് എഴുതാം.
ഇപ്പോൾ ഇവിടെ ഈസ് നമുക്ക് പറ്റത്തില്ല, കാര്യം ഈസ് ഇത് പ്രസൻറ്റ് സിറ്റുവേഷനാണ് യൂസ് ചെയ്യണത്. പിന്നെന്താ, വെയർ നമുക്ക് പറ്റത്തില്ല. ഇപ്പോൾ വാസ് ആൻഡ് വെയർ നമുക്ക് പാസ്റ്റ് സിറ്റുവേഷനിൽ യൂസ് ചെയ്യാം, പാസ്റ്റ് സെൻറ്റൻസ് നമുക്ക് യൂസ് ചെയ്ത് എഴുതാൻ പറ്റും, നമുക്കറിയാം. പക്ഷേ വെയർ പറ്റില്ല, അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്തു. ഹാസും പറ്റില്ല. അപ്പം ഇവിടെ എന്താ നമ്മൾ എഴുതാൻ പോണത്, വാസ്, കാര്യം അടച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വേറെ നമുക്ക് യൂസ് ചെയ്ത് എഴുതാം, പക്ഷേ ഇവിടെ സിംഗുലാർ സബ്ജക്റ്റാണ്, പ്ലൂറൽ സബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് വേറെ യൂസ് ചെയ്ത് എഴുതാമായിരുന്നു. അപ്പം ഇവിടെ എന്താ, ദ ഡോർ വാസ് ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഡോർ വാസ്, ഐ തോട്ട് ദ ഡോർ വാസ്, അടയ്ക്കുക, അടയ്ക്കുക എന്ന് വെച്ചാൽ ക്ലോസ് എന്നാണ്. അപ്പോൾ ഇവിടെ അടച്ചിരിക്കുക എന്നായതുകൊണ്ടാണ് ക്ലോസിനെയും പാസ്റ്റ് ഫോം എഴുതുന്നത്, ക്ലോസ്ഡ്, അടച്ചിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ എങ്ങനെ എഴുതിയത്, ഷീ സെഡ് സാഡ്ലി ഐ തോട്ട് ദ ഡോർ വാസ് ക്ലോസ്ഡ്. ഷീ സെഡ് സാഡ്ലി ഐ തോട്ട് ദ ഡോർ വാസ് ക്ലോസ്ഡ്. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, നമ്മൾ തിങ്ക് എന്ന് പറഞ്ഞ പ്രസൻറ്റ് ഫോമിനെ കൺവേർട്ട് ചെയ്ത് തോട്ട് ആക്കിയാണ് നമ്മളിവിടെ എഴുതിയത്. പിന്നെ ഇവിടെ ഓപ്ഷനിൽ നമ്മൾ വാസ് ആണ് യൂസ് ചെയ്തത്, കാര്യം ഡോർ എന്ന് പറയുന്ന സിംഗുലാർ സബ്ജക്റ്റ് ആയതുകൊണ്ട് വാസ് യൂസ് ചെയ്ത് എഴുതി. പിന്നെ ഇവിടെ സേ, പറയുക എന്നുള്ളതിന് നമ്മൾ പറഞ്ഞു എന്നാക്കി, സേയുടെ പാസ്റ്റ് ഫോം സെഡ് ആക്കി എഴുതി. അപ്പം നമ്മൾ എങ്ങനെ എഴുതി, അവൾ വിഷമത്തോടെ പറഞ്ഞു, ഞാൻ വിചാരിച്ചു വാതിൽ അടച്ചിരിക്കുകയാണെന്ന്. ഷീ സെഡ് സാഡ്ലി ഐ തോട്ട് ദ ഡോർ വാസ് ക്ലോസ്ഡ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഇത് നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ആണ്. ഇനി മുതൽ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ ചെയ്യണമെന്ന് അവൾ തീരുമാനിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. ഇനി മുതൽ, ഫ്രം നൗ ഓൺ, എല്ലാ കാര്യങ്ങളും, എവറിത്തിങ്, വളരെ, വെരി, ശ്രദ്ധയോടെ, കെയർഫുൾ. ഇപ്പം തീരുമാനിക്കുക എന്ന് വെച്ചാൽ എന്താ, ഡിസൈഡ്. അപ്പോൾ ഇവിടെ തീരുമാനിച്ചു എന്നാണ്. അപ്പോൾ നമുക്ക് ഡിസൈഡിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഇനി മുതൽ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ ചെയ്യണമെന്ന് അവൾ തീരുമാനിച്ചു. അപ്പം എങ്ങനെ എഴുതാം, ഷീ, അപ്പോൾ തീരുമാനിക്കുക എന്ന് വെച്ചാൽ ഡിസൈഡ് എന്നാണ്. പക്ഷേ ഇവിടെ തീരുമാനിച്ചു എന്നാണ്, നമുക്ക് ഡിസൈഡിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കാം. ഡിസൈഡഡ്, ഷീ ഡിസൈഡഡ് ടു ബി, ഷീ ഡിസൈഡഡ് ടു ബി. അപ്പം വളരെ എന്നുള്ളതിനാണ് ഞാനിവിടെ വെരി എഴുതിയത്, വളരെ, വെരി. ഷീ ഡിസൈഡഡ് ടു ബി വെരി കെയർഫുൾ, കെയർഫുൾ, ശ്രദ്ധയോടെ. ഷീ ഡിസൈഡഡ് ടു ബി വെരി കെയർഫുൾ വിത്ത്, എല്ലാ കാര്യങ്ങളും എന്നുള്ളതിനാണ് ഞാനിവിടെ എവറിത്തിങ് എഴുതുന്നത്, വിത്ത് എവറിത്തിങ്. ഇനി മുതൽ, അപ്പം ഇനി മുതൽ എന്താ എങ്ങനെ എഴുതുന്നത്, ഫ്രം നൗ ഓൺ, ഫ്രം നൗ ഓൺ. അപ്പം ഇത് ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് ഈ ഒരു സെൻറ്റൻസ്, ഇതിൽ പല രീതികളും നമുക്ക് ഈ ഒരു സെൻറ്റൻസ്, ഇനി മുതൽ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ ചെയ്യണമെന്ന് അവൾ തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് പല രീതികളും എഴുതാം. അപ്പോൾ പക്ഷേ ഇത് ഒത്തിരി സിമ്പിളായിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ എങ്ങനെ എഴുതിയത്, ഷീ ഡിസൈഡഡ് ടു ബി വെരി കെയർഫുൾ വിത്ത് എവറിത്തിങ് ഫ്രം നൗ ഓൺ. ഇനി മുതൽ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചു. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.